സ്റ്റീഫൻ ഷർട്ടിൽ ചോര. അത് കഴിഞ്ഞ് അതിന്റെ റെസ്റ്റ് എന്ന് പറയുന്ന ഹിസ്റ്ററിയാണ്. റൈറ്റ്. അത് കഴിഞ്ഞിട്ടുള്ള ഡയലോഗ് കർഷകനല്ലേ മാഡം ഒന്ന് കള പറിക്കാൻ ഇറങ്ങിയതാ. ഞാനപ്പോ അത് ഡബ്ബ പറഞ്ഞു ഇനിയിപ്പോ ഇത് ലാലേട്ടനാണെങ്കിൽ ഈ കൈയടി ഞാൻ എനിക്കുള്ളതായിട്ട് വിചാരിക്കും. കാരണം എനിക്കിത് എടുക്കുമ്പോഴും ഡബ് ചെയ്യുമ്പോഴും ഒക്കെ അറിയാം ഇത് കയ്യടി വരാൻ പോകുന്ന ഒരു ഡയലോഗാണ്. കാരണം എല്ലാരും കാത്തിരിക്കായിരിക്കും ലാലേട്ടന്റെ അടുത്ത് നിന്ന് ആ ഒരു ഡയലോഗ് അടിച്ചിട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കും. So yeah, I was so happy. Even when it was being made, I knew that was my only scene with Lalatan. Yes. So I was very sure about the impact of that dialogue. എങ്ങനെയുണ്ടായിരുന്നു ടേക്ക്? അത് ഷർട്ടിൽ ചോരാന്നൊക്കെ അത് ലൈക് പൃഥ്വി ആസ് എ ഡയറക്ടർ ഹി വിൽ ടെൽ യു വാട്ട് എക്സാക്ട്ലി യു നീഡ് ടു ഡു. അപ്പൊ അതുകൊണ്ട് എന്നോട് പറഞ്ഞു തന്നതുപോലെ പറഞ്ഞു തരുന്നതിൽ എനിക്ക് പറ്റുന്നത് പോലെ ഞാൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ആ ഒരു ടേക്കിൽ ഫസ്റ്റ് ലാലേട്ടൻ ഓപ്പോസിറ്റ് നിൽക്കുന്നു എന്നുള്ളതിന്റെ ടെൻഷനും കാര്യങ്ങളും, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഒരൊറ്റ ലൈൻ പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ മുഖത്ത് പേടിയും ആ ഒരു കൺഫ്യൂഷനും, കാരണം ചോര കണ്ടു നിൽക്കുന്നു, ആള് സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അബദ്ധവും പറ്റിയിട്ടുണ്ട്, ഇതൊക്കെ എന്റെ മുഖത്ത് വരുന്നുണ്ടോ എന്നുള്ള ടെൻഷനും ഉണ്ട്. അപ്പൊ ഞാൻ ആദ്യം സ്റ്റീഫൻ ഷർട്ടിൽ ചോര എന്ന് പറയുമ്പോഴത്തേക്കും അപ്പൊ പൃഥ്വി സേസ് വേണ്ട തിരിച്ച് പറയൂ സ്റ്റീഫൻ എന്ന് പറയുമ്പോഴത്തേക്കും ഡോണ്ട് ലുക്ക് അറ്റ് ഹിസ് ഫേസ്, ഷർട്ടിൽ നോക്കിയിട്ട് ചോര എന്ന് പറയുമ്പോൾ മുഖത്ത് നോക്കാൻ. അപ്പൊ ലാലേട്ടൻ said I was exactly going to tell you the same. I was like okay. So I took it from them and I said like that. ടിവിയുടെ ഹെഡ് ആയിട്ട് ഇനി അതിന്റെ സെക്കൻഡ് പാർട്ടിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഇത് കുറെ പേരായിട്ട് എന്റെ അടുത്ത് ചോദിക്കുന്നു നാട്ടിൽ വന്നപ്പോ. ഐ തിങ്ക് എവ്രി വൺ ഇസ് ലുക്കിംഗ് ഫോർവേഡ് ടു എംപുരാൻ അല്ലേ. ഈവൻ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ് ടു വാച്ച് ദ ഫിലിം. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു ക്യാരക്ടർ അതിനകത്ത് ഇനി റിക്വയർഡ് ആണെന്ന്. I don't think I will be a part of that film. Can be, maybe. I'm not. I don't know. I don't think so. No, I don't think so. Okay. ഈ ലൈവിന്റെ ഇടയ്ക്ക് നമ്മൾ പറയുന്ന കാര്യമുണ്ട്, FM-ൽ ചെയ്യുന്ന ടൈമിൽ എപ്പോഴെങ്കിലും ഫുൾ ലൈവ് അല്ലേ പോകുന്നത്? റെക്കോർഡഡ് ഷോ ആണോ അതോ ലൈവ് ഷോ? ലൈവ് പ്രീ റെക്കോർഡ്? നോ, റൈറ്റ്. No, 100% live. Yeah. Okay, I think you are the first female. Yes, FM radio jockey in Malayalam. Yes. അത് റേഡിയോയുടെ ചരിത്രത്തിൽ ഞാനൊരു ലാലേട്ടനാണ്. It's a privilege. ഞാൻ മമ്മൂക്കയുടെ അടുത്ത് പറയാറുണ്ട്, മമ്മൂക്ക ഇവിടെ മമ്മൂക്ക, പക്ഷെ ദുബായിലെ മമ്മൂക്ക ഞാനാന്ന് പറയും. അപ്പൊ ലൈവിൽ ഈ പറയുന്ന ടങ്സിൽ പരിപാടികളൊന്നും ഇപ്പൊ ഇല്ലല്ലോ അല്ലേ? അയ്യോ 100% അതിനെ അതിന്റെ ട്രാക്കിന് ഐസായിട്ടൊക്കെ മാറ്റി. അത് ആളുകൾക്ക് അറിയാലോ, നമ്മളെല്ലാം റിയൽ ഹ്യൂമൻ ബീങ്സ് അല്ലേ. നമ്മൾ നടന്നു പോകുമ്പോ എല്ലാ ദിവസവും നടക്കുന്നില്ല, നമ്മൾ തട്ടി വീഴില്ലേ. So that's okay, you can always come back, you can laugh about it. Yeah, correct it, because that's not what people like you for. ഒരു മിസ്റ്റേക്ക് ഇല്ലാതെ പറയുന്ന ഒരാളെന്നുള്ള രീതിയിലല്ലല്ലോ. It's more than that, it's a connect that people like about you. അതെ, അത് ലിങ്ക് കഴിഞ്ഞ് വേണമെങ്കിൽ നമുക്ക് അതിനെ മെൻഷൻ ചെയ്യാം. നമ്മളുടെ അതൊക്കെ പറഞ്ഞു. ഞാനിപ്പോ രാവിലത്തെ ഷോ ചെയ്യുന്ന ആളെ ഇടയ്ക്ക് ഞാൻ വൈകുന്നേരം ആരെങ്കിലും വൈകുന്നേരത്തെ ഷോ ചെയ്യാൻ പോകുമ്പോൾ ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് തന്നെ, ബിക്കോസ് ദാറ്റ്സ് മൈ എൻ്റെ ഒരു ഹാബിറ്റ് ആയി പോയി ഗുഡ് മോർണിംഗ് എന്ന് പറയാന്ന് റേഡിയോയില്. Then I'll be like sorry. Then they'll be like 9 evening hours. I'm like yeah. Because every day ഇത് തന്നെയാണല്ലോ. അതെ. Okay, സി ഇപ്പം നൈല ആക്ച്വലി ഈ പറയുന്നത് പോലെ ഒരുപാട് ടാഗുകൾ ഉള്ളൊരു വ്യക്തിയാണ്, ഐ ക്യാൻ സേ ദാറ്റ് ഇല്ലേ. പക്ഷെ എന്നാലും പറയുമ്പോൾ ലൈക്ക് ഏത് പറയുമ്പോഴാണ് കുറച്ചുകൂടെ ഹാപ്പിനെസ്? ഓഫ് കോഴ്സ് RJ എന്ന് പറയുമ്പോൾ ആയിരിക്കാം, പക്ഷെ എങ്കിലും ഞാൻ ചോദിക്കുവാണ്, ഒരു RJ എന്ന വ്യക്തി അല്ലെങ്കിൽ എന്ന് പറയുന്നതാണോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആക്ട്രസ് എന്ന് പറയുന്നതാണോ യു ഫീൽ? 100% RJ എന്ന് പറയുന്നതാ, ബിക്കോസ് ദാറ്റ് ഇസ് മൈ ഫോർട്ടി. മൂവി എന്ന് പറയുന്നത് ഞാൻ വരും അഭിനയിക്കും, ഓരോ മൂവിയിലും നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യും. പിന്നെ ഈ പറയുന്ന പോലെ ആ ടീം, ഡയറക്ടർ, കോ ആർട്ടിസ്റ്റ് എല്ലാത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷെ എന്റെ ഷോ നന്നാവണമെങ്കിൽ ഞാൻ മാത്രം വിചാരിച്ചാൽ മതി റേഡിയോയില്. സോ ദാറ്റ് ഈസ് മൈ ഫോർട്ടി ആൻഡ് ദാറ്റ് ഈസ് മൈ ഗെയിം, മൈ ഹാപ്പി പ്ലേസ്. സോ അതാണ് എനിക്ക് ഏറ്റവും ചേരുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും. എവറിത്തിങ് എൽസ് ഹാപ്പൻഡ് അറൗണ്ട് ഇറ്റ്. എനിക്ക് ടെലിവിഷൻ അതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഐ ലവ് ഹോസ്റ്റിംഗ് ഓൺ ടെലിവിഷൻ, ഓൺ സ്റ്റേജ്. അതുപോലെ മൂവി മേക്കിംഗ് ഒരു ഭയങ്കര കുറച്ചൊരു ബോറിംഗ് പ്രോസസ്സാണ്, അറിയാലോ. നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്യണം. നമ്മളൊരു ദിവസം മുഴുവൻ ക്യാരവനിൽ വെയിറ്റ് ചെയ്യും. അതിനകത്ത് മൊത്തത്തിൽ പ്രൊഡക്റ്റീവായിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 മണിക്കൂറായിരിക്കും പുട്ടിങ് ഓൾ ദി ടൈം ടുഗെദർ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി ഇറ്റ്സ് ഓൾ വെയിറ്റിംഗ്. ആക്ടിങ് ഇസ് വെയിറ്റിംഗ് എന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സോ അപ്പം ഞാൻ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ്. എനിക്കിങ്ങനെ അടങ്ങിയ ഒരു സ്ഥലത്ത് ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം I want to be out and active and doing things. ചിലപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ലൈറ്റ് ഒക്കെ പിടിച്ചു കൊടുത്താലോ എല്ലാവർക്കും, കാരണം I want to be doing things. അപ്പൊ അതുകൊണ്ട് സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ആളുകളുടെ ആക്സെപ്റ്റൻസും സ്നേഹവും ഒക്കെ ഇപ്പൊ ഇന്നും എനിക്ക് പൊറിഞ്ചു മറിയം ജോസിനെ കുറിച്ച് മെസ്സേജ് വരും. പക്ഷെ ഞാൻ ഒരു 10 വർഷം മുമ്പ് ചെയ്ത റേഡിയോ ഷോ ആരും ഓർത്തോളണമെന്നില്ല. സോ ഇറ്റ്സ് എ വെരി ലോങ്, ആളുകളുടെ മനസ്സിൽ നിൽക്കുന്നതും എന്നും ആളുകൾ കാണുന്നതും
പിന്നെ അതിന്റെ ബാക്കപ്പിലായിരിക്കും ആളുകൾ കൂടുതൽ നമ്മളെ വാല്യൂ ചെയ്യുന്നത്. ആക്ടർ RJ എന്ന് പറഞ്ഞ്. സോ ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. മൂവിക്ക് നമ്മളെ അറിയാത്ത ആളുകൾ പോലും നമ്മളെ സ്നേഹിക്കുന്നില്ലേ? സോ അതൊക്കെ ഒരു, അതായത് ഇപ്പം പറയുകയാണെങ്കിൽ ഓൺ ദി സ്പോട്ടിൽ ഒരു ക്വിക്ക് റെസ്പോൺസ് കിട്ടി, ഒരു ഫുൾ ക്രൗഡിന്റെ നടുക്ക് നിന്ന് ഹോസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് ആൻഡ് ദ ഫ്രീക്വൻസി ഈസ് ഡിഫറെന്റ്. ഇറ്റ് ഈസ് ഗോട്ട് എ ലോട്ട് ഓഫ് സ്കെയർ. എല്ലാത്തിനകത്തും നമുക്കൊരു ഉള്ളിലൊരു ടെൻഷനും നെർവസ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ലൈവ് റെസ്പോൺസ് കിട്ടുമ്പോൾ യു നോ വെദർ യു ആർ ഡൂയിങ് ഇറ്റ് റൈറ്റ് ഓർ റോങ്. കറക്റ്റ്, ശരിയായില്ല, ഓൺ ദ സ്പോട്ട് ആണല്ലോ റെസ്പോൺസ്. റൈറ്റ്, ബിക്കോസ് ഇറ്റ്സ് ഓൾ ലൈവ്. ഈവൻ മാറ്റാം, അത് ശരിയായില്ല, യു ക്യാൻ ഗോ ബാക്ക്, സേ സോറി, കം ബാക്ക് അഗൈൻ. ബട്ട് മൂവി ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. വൺസ് ഇറ്റ്സ് മെയ്ഡ് ഇറ്റ്സ് ഡൺ അല്ലേ? സ്റ്റിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. ഇതുപോലുള്ള ഓട്ടത്തിൽ തന്നെയാണ് നൈല ഉഷ എന്ന് പറയുന്ന വ്യക്തിയും. ബിക്കോസ് ഡൂയിങ് ദ ഷോ മൺഡേ ടു ഫ്രൈഡേ ബ്രേക്ക്ഫാസ്റ്റ് ഷോ ചെയ്യുക, അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന ഓരോ ഗസ്റ്റ് പരിപാടിയായിട്ട് വന്ന സിനിമയിൽ അഭിനയിച്ചിട്ട് അങ്ങ് പോവുക. യു ആർ ഹാവിങ് ഫൺ ആൻഡ് യു ആർ വെരി ഹാപ്പി. അപ്പോൾ ഈ ചോദിച്ച പോലെ വൺ തിങ് അറ്റ് എ ടൈം അവിടെ ഞാൻ ചെയ്യുന്നു, അതിന് കിട്ടുന്ന അവധിയിൽ ഞാൻ വന്ന് ഇവിടെ വർക്ക് ചെയ്യുന്നു. പക്ഷെ ഞാൻ സിനിമ ചെയ്യുന്നത് ഒരു 2 വർഷത്തിന് ശേഷമാണ്. പൊറിഞ്ചു മറിയം ജോസിന് ശേഷം റിലീസാവുന്ന സിനിമയാണ് എൻ്റെ പ്രിയ നോട്ടത്തിലാണ്. ഞാൻ അഭിനയിച്ച സിനിമയുമാണ്. അപ്പോൾ ഒരു ലോങ് ഗ്യാപ്പ് ഉണ്ടായി. ബിക്കോസ് ഐ വാസ് നോട്ട് ഏബിൾ ടു തിങ്ക് അടുത്ത ഏത് സിനിമ വേണം. കാരണം എല്ലാം മറിയം പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ എന്നെ തേടി വന്നു തുടങ്ങി. ബോൾഡ് പരിപാടി. ഞാൻ വാളെടുക്കുന്നു, വടിയെടുക്കുന്നു, അടിക്കുന്നു, മെയിൻ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെ. അപ്പം ഐ വാസ് നോട്ട് വെരി കൺവിൻസ്ഡ്. എനിക്കത് ചെയ്താൽ, ഞാനത് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നത് എനിക്ക് തന്നെ ഒരു വിശ്വാസമില്ല. അപ്പോഴാണ് പ്രിയ നോട്ടത്തിലാണ് പോലെ ഒരു ബ്യൂട്ടിഫുൾ, ഭയങ്കര രസമുള്ള ഒരു, നമ്മൾ പണ്ട് കണ്ടു വളർന്നിട്ടുള്ള ഒരുപാട് സിനിമയിലെ നല്ല രസമുള്ള നായകന്മാരുടെ കഥ. അപ്പം അതിനകത്ത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫീമെയിൽ ക്യാരക്ടർ. അപ്പൊ അതിങ്ങനെ കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഓക്കെ, മേ ബി ദിസ് ഷുഡ് ബി മൈ നെക്സ്റ്റ് ഫിലിം. അപ്പൊ അങ്ങനെ ഞാൻ ചെയ്തതാ. പിന്നെ ഇതിലെ എനിക്ക് തോന്നുന്നു ഷെറഫ് ഒരു മെയിൻ റോൾ ചെയ്യുന്ന, അല്ലെങ്കിൽ ഷെറഫ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് റോൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഷെറഫാണ് പ്രിയൻ. എനിക്ക് തോന്നുന്നു പ്രേമത്തിൽ നോക്കുവാണെങ്കിൽ ഗിരിരാജൻ കോഴി എന്നുള്ള ഇത്, അതുപോലെ തന്നെ അഞ്ചാം പാതിരയിലെ ഒരു സീരിയൽ കില്ലർ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ഇത് ആളെങ്ങനെയാണ് ആക്ച്വലി എങ്ങനെയാണ്, ഹൗസ് ഈ എനിക്കൊന്ന് പ്രിയ നോട്ടത്തിലാണില് പ്രിയനെ ആയിരിക്കണം ഷറഫിന് ഏറ്റവും കൂടുതൽ മാച്ച്, ഐ തിങ്ക് ക്ലോസ് ആയിട്ടുള്ളത്. കാരണം ഈ സിനിമയുടെ കഥ പറയുമ്പോഴും ഇതിനകത്തൊരു നല്ല പാവമായിട്ടുള്ള, പാവം എന്ന് പറയുമ്പോ മുഖത്ത് പാവം വരണമല്ലോ ഇയാളെ കാണുമ്പോ. അതാ കണ്ടില്ലേ, ഇതിനകത്ത് ഇയാൾ അത്ര പാവമായിട്ടല്ല നിൽക്കുന്നത്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പൊ അയാളുടെ ഒരു മുഖത്ത് വരും ആ ഒരു പാവം. അതായത് ബാക്കിയുള്ള ആളുകൾ തലേ കയറുമ്പോഴും ഇയാളുടെ ഒരു പാവം എക്സ്പ്രഷൻ ഉണ്ടല്ലോ. സോ ഈ കഥ എന്നോട് പറയുമ്പോൾ തന്നെ ഷറഫിന്റെ മുഖത്ത് അത് എനിക്ക് ഓൾറെഡി ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ ഐ തിങ്ക് ഈ സിനിമയിലെ പ്രിയനും ഒക്കെ ആയിട്ട് കുറച്ചുകൂടെ ഒരു ക്ലോസർ ആണെന്ന് തോന്നുന്നു. കാരണം ആൾ അത്ര വലിയൊരു വില്ലനോ കോഴിയോ അല്ല. മറിയം എന്ന് പറയുന്ന ക്യാരക്ടർ ഇപ്പോഴും യു ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് മെസ്സേജസ്, ഒരുപാട് മെസ്സേജസ് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ ശരിക്കും മറിയം എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോൾഡാണ്, വെരി ബോൾഡ്. ആ ഒരു വൈബാണ്, പഞ്ചി ക്യാരക്ടർ. ശരിക്കും ആക്ച്വലി അതുമായിട്ട് എത്ര സാമ്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുമോ ശരിക്കുള്ള ക്യാരക്ടർ ആൻഡ് മറിയം തമ്മിൽ? ഐ ആം പ്രിറ്റി മച്ച് ലൈക്ക് ദാറ്റ്, ലിവിങ് ലൈഫ് ഓൺ മൈ ഓൺ ടേംസ്. അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും മറിയവുമായിട്ട് ഞാൻ ഭയങ്കര ക്ലോസ്ലി കണക്റ്റഡ് ആണ്. പക്ഷെ മറിയം ഈ പറയുന്ന പോലെ പെട്ടെന്ന് ഇങ്ങനെ ധൈര്യത്തിനൊരു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാത്തുള്ള ഒരു ധൈര്യമാണ് മറിയത്തിൻ്റെത്. എനിക്ക് അങ്ങനെ ഉണ്ടോയെന്നറിയില്ല. പക്ഷെ എന്നാലും ഐ തിങ്ക് ഇപ്പൊ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ഐ ക്യാൻ ബി എ മറിയം. ഐ ഹാവ് എ മറിയം ഇൻസൈഡ് മീ, ഐ തിങ്ക്.